ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വരുന്ന എക്സാമിനൊക്കെ തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ CPO എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുള്ളവർക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സുകളും അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും ഇതൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ PSC മലയാളത്തിൻ്റെ ക്ലാസ് ആണെങ്കിൽ PSC മലയാളം എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോന്നിനും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ CPO സ്പെഷ്യൽ ടോപ്പിക്ക് തുടങ്ങിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒക്കെ കണ്ടു നോക്കാം. ഓക്കെ, ഇപ്പോൾ വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും മലയാളത്തിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഘടകപദങ്ങൾ എഴുതുക. സ്നേഹപ്പൊരുൾ എന്നതിൻ്റെ ഘടകപദം. ഓപ്ഷൻസ്: സ്നേഹത്തിൻ്റെ പൊരുൾ, സ്നേഹമാകുന്ന പൊരുൾ, സ്നേഹമായ പൊരുൾ, സ്നേഹത്തോടെയുള്ള പൊരുൾ. അപ്പോൾ സ്നേഹപ്പൊരുൾ ഘടകപദമാക്കിയാൽ എങ്ങനെ എഴുതാം? പിന്നെ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ A ആണ് കേട്ടോ. ഓപ്ഷൻ A ആണ്. സ്നേഹത്തിൻ്റെ പൊരുളാണ്. സ്നേഹത്തിൻ്റെ പൊരുൾ. അപ്പോൾ സ്നേഹപ്പൊരുൾ ഘടകപദമാക്കി എഴുതിയാൽ സ്നേഹത്തിൻ്റെ പൊരുൾ എന്നാണ് എഴുതുന്നത്. അടുത്ത ചോദ്യം, സമാന പദം എഴുതുക. ആന എന്നർത്ഥം വരുന്ന പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ചൂതം, ചീരം, ഗതം, ദ്വിപം. ഈ തന്നിരിക്കുന്നതിൽ ആന എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ദ്വിപമാണല്ലേ. ഓപ്ഷൻ D ആണ് ആൻസർ. ദ്വിപമാണ് ആൻസർ. ഓപ്ഷൻ D, ദ്വിപമാണ് ആൻസർ. ആന എന്നർത്ഥം വരുന്ന പദം ദ്വിപം. ഇനി ഓപ്ഷൻ A നോക്കിയേ, ചൂതം എന്നതിൻ്റെ അർത്ഥം എന്താണ്? മാവാണ് കേട്ടോ. തേന്മാവ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്, അതായത് ഇന്നലെ നടന്നൊരു LDC സ്പെഷ്യൽ കാറ്റഗറിക്കാണെന്ന് തോന്നുന്നു, നടന്നൊരു എക്സാമിന് ചോദിച്ചതാണ് ചൂതം എന്നതിൻ്റെ അർത്ഥം തേന്മാവാണ്, മാവ്. അതുപോലെ ഓപ്ഷൻ B, ചീരം എന്നതിൻ്റെ അർത്ഥം എന്താണ്? മരവുരിയാണല്ലേ. മരവുരി, അതായത് മരത്തൊലി കൊണ്ടുള്ള വസ്ത്രം, അതാണ് ചീരം. അതുപോലെ ഗതം. ഓപ്ഷൻ C, ഗതം എന്നതിൻ്റെ അർത്ഥം നടപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞത്, പോയത് എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട്. കഴിഞ്ഞത്, പോയത് അല്ലെങ്കിൽ നടപ്പ് എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ചൂതം തേന്മാവ്, ചീരം മരവുരി, അതായത് മരത്തൊലി കൊണ്ടുള്ള വസ്ത്രം. അതുപോലെ ഗതം നടപ്പ്, കഴിഞ്ഞത്, പോയത് എന്നൊക്കെ ഉണ്ട്. അതുപോലെ ദ്വിപം എന്നതിൻ്റെ അർത്ഥം ആന. അടുത്ത ചോദ്യം, ശരിയായ ആശയം തിരഞ്ഞെടുക്കുക. ദ വിയറർ നോസ് വെയർ ദ ഷൂ പിഞ്ചസ്. ഓപ്ഷൻ A, തീയില്ലാതെ പുകയില്ല. ഓപ്ഷൻ B, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ. ഓപ്ഷൻ C, കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. ഓപ്ഷൻ D, ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണം. ദ വിയറർ നോസ് വെയർ ദ ഷൂ പിഞ്ചസ് എന്നതിൻ്റെ ശരിയായ ആശയം തരുന്നത് ഏതാണ്? ശരിയായ ആശയം ഏതാണ്? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ B ആണ് കേട്ടോ. ഓപ്ഷൻ B ആണ് ആൻസർ. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നതാണ് ശരിയായിട്ടുള്ള ആശയം. ദ വിയറർ നോസ് വെയർ ദ ഷൂ പിഞ്ചസ് എന്നതിൻ്റെ ശരിയായ ആശയം കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ. അടുത്ത ചോദ്യം, സന്ധി നിർണ്ണയിക്കുക. ഇരുമ്പ് പ്ലസ് അഴി ഇരുമ്പഴി. അപ്പോൾ ഇരുമ്പ് പ്ലസ് അഴി ഇരുമ്പഴി എന്നതിൻ്റെ സന്ധി നിർണ്ണയിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ്: ആഗമസന്ധി, ആദേശസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി. ഏതാണ്? അപ്പോൾ ചിലപ്പോൾ ഈ ഇരുമ്പഴി എന്ന് മാത്രമേ തരത്തുള്ളൂ കേട്ടോ. അതായത് ഇവിടെ പിരിച്ചെഴുതിയും ചേർത്തെഴുതിയും തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇരുമ്പഴി എന്ന് മാത്രം തന്നിട്ട് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളത് പിരിച്ചെഴുതാൻ അറിയണം, എങ്കിൽ മാത്രമേ സന്ധി കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ഇവിടെ രണ്ടും തന്നിട്ടുണ്ട്. ഇരുമ്പ് പ്ലസ് അഴി ഇരുമ്പഴിയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ് ഇരുമ്പഴി എന്ന് പറയുന്നത്? ലോപസന്ധിയാണല്ലേ. ലോപസന്ധിയാണ് ആൻസർ. ഓപ്ഷൻ C ആണ് ആൻസർ. ലോപസന്ധി. അതെങ്ങനെ വന്നത്? ഇപ്പോൾ ഇരുമ്പ് പ്ലസ് അഴി ഇരുമ്പഴി അത് ചേർത്ത് എഴുതിയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്?
ചന്ദ്രക്കല ലോപിച്ചു അല്ലേ, ചന്ദ്രക്കല ലോപിക്കുകയാണ് ഉണ്ടായത്. ചന്ദ്രക്കല പോയി, അപ്പോൾ അത് ലോപസന്ധിയാണ്. അതായത് ഇരുമ്പ് പ്ലസ് അഴി, ഇരുമ്പഴി, രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊരു വർണ്ണം പോകുന്നത്, അത് ലോപസന്ധിയാണല്ലേ, ലോപസന്ധി. അപ്പോൾ ഇവിടെ ഇരുമ്പ് പ്ലസ് അഴി ചേർത്തെഴുതിയപ്പോൾ ഇരുമ്പഴി, അവിടെ ചന്ദ്രക്കല ലോപിച്ചു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ, ലോപസന്ധി. അടുത്ത ചോദ്യം, സ്ത്രീലിംഗ പദം എഴുതുക. ഇന്ദ്രൻ, ഇന്ദ്രൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻസ് ഇന്ദ്ര, ഇന്ദ്രാണി, ഇന്ദ്രേ, ഇന്ദ്രജ. ഇന്ദ്രൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതിനു മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇന്ദ്രാണിയാണ്. ഇന്ദ്രൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഇന്ദ്രാണി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുക. മറുകര കാണാത്തത്, മറുകര കാണാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻസ് അന്യത, അനുധാവനം, അപാരം, അത്യുക്തി. മറുകര കാണാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നാലും ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, അപാരം കേട്ടോ. അപാരം, അപാരം മറുകര കാണാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അപാരം. ഇനി ഓപ്ഷൻ എ നോക്കിയേ, അന്യത. മറ്റൊരു സന്ദർഭത്തിൽ, മറ്റൊരു സന്ദർഭത്തിൽ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അന്യത. ഓപ്ഷൻ എ, മറ്റൊരു സന്ദർഭത്തിൽ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അന്യത. അതുപോലെ ഓപ്ഷൻ ബി, അനുധാവനം. പിന്നാലെയുള്ള ഓട്ടം, പിന്നാലെയുള്ള ഓട്ടം എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അനുധാവനം. പിന്നാലെയുള്ള ഓട്ടം എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അനുധാവനം. അതുപോലെ ഓപ്ഷൻ ഡി, അത്യുക്തി. ഉള്ളതിൽ കവിഞ്ഞുള്ള പറച്ചിൽ, ഉള്ളതിൽ കവിഞ്ഞുള്ള പറച്ചിൽ, അതാണ് അത്യുക്തി കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം, അന്യത, മറ്റൊരു സന്ദർഭത്തിൽ, അതുപോലെ അനുധാവനം, പിന്നാലെയുള്ള ഓട്ടം, അപാരം നമ്മളിപ്പോൾ പറഞ്ഞു മറുകര കാണാത്തത്, അതുപോലെ അത്യുക്തി, ഉള്ളതിൽ കവിഞ്ഞുള്ള പറച്ചിൽ. അപ്പോൾ ഈ 4 പോയിൻറ്റും എഴുതിയെടുത്തോളാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 4 വാക്കുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പിരിച്ചെഴുതുക. ആയുർബലം, ആയുർബലം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആയുർബലം എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാനും സാധ്യതയുള്ളൊരു വാക്കാണ്. ആയുർബലം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കൊള്ളാം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആയുസ് പ്ലസ് ബലം. പലരും ഈ ഓപ്ഷൻ ബി കണ്ട് ചിലപ്പോൾ ആൻസർ എഴുതാൻ സാധ്യതയുണ്ട്. ആയുർ പ്ലസ് ബലം, ആയുർബലം എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോളാം, ആയുസ് പ്ലസ് ബലമാണ് ആയുർബലം കേട്ടോ. ആയുസ് പ്ലസ് ബലം, ആയുസ് ബലം. ഒരു സായേ ഉള്ളൂ. അപ്പോൾ ആയുസ് പ്ലസ് ബലം, ആയുർബലം. അടുത്ത ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പാവപ്പെട്ടവർ, അവർകൾ, കൂട്ടുകാരന്മാർ, സഹോദരന്മാർ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഇപ്പോൾ ഒരു ബഹുമാന സൂചകമായിട്ടൊക്കെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ്. ഈ അവർകൾ, താങ്കൾ, നിങ്ങൾ തുടങ്ങിയ വാക്കുകളൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഈ ഓപ്ഷൻ എ നോക്കിയേ, പാവപ്പെട്ടവർ. പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഏതിലാണ് വരുന്നത്? അലിംഗ ബഹുവചനമാണ് കേട്ടോ. അലിംഗ ബഹുവചനത്തിൽ വരുന്നതാണ് പാവപ്പെട്ടവർ എന്നത്. അതുപോലെ ഓപ്ഷൻ സിയും ഡിയും, കൂട്ടുകാരന്മാർ, അതുപോലെ സഹോദരന്മാർ, ഇത് രണ്ടും സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അവിടെ നമുക്ക് ലിംഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അല്ലേ. സഹോദരന്മാർ എന്ന് പറയുമ്പോഴും അതുപോലെ കൂട്ടുകാരന്മാർ എന്ന് പറയുമ്പോഴും നമുക്ക് ലിംഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ശൈലിയുടെ അർത്ഥം എന്ത്? അന്യം നിൽക്കുക. അന്യം നിൽക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് അവകാശം ഇല്ലാതാകുക, ഓപ്ഷൻ ബി മരിക്കുക, ഓപ്ഷൻ സി ഉന്മൂലനാശം വരുത്തുക, ഓപ്ഷൻ ഡി ഫലമില്ലാത്ത കാത്തിരിപ്പ്. അന്യം നിൽക്കുക എന്ന ശൈലിയുടെ അർത്ഥം.
അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, സിമ്പിൾ തന്നെയാണ്. കാരണം ഈ അന്യം നിന്ന് പോയെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അവകാശി ഇല്ലാതാവുക. അന്യം നിൽക്കുക എന്ന ശൈലിയുടെ അർത്ഥം അവകാശി ഇല്ലാതാകുക. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് വിപരീത പദം എഴുതുക. കൃശം എന്ന വാക്കിൻ്റെ വിപരീത പദം. ഇത് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള വാക്കാണ് കേട്ടോ, കൃശം. ഓപ്ഷൻസ് മണ്ഡനം, മേതുരം, ബാഹ്യം, നിരാശ്രയം. കൃശം എന്ന വാക്കിൻ്റെ വിപരീത പദം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മേതുരമാണ്. കൃശം, മേതുരം. ഓപ്ഷൻ ബി ആണ് ആൻസർ, കൃശം, മേതുരം. ഇനി ഓപ്ഷൻ എ നോക്കിയേ, മണ്ഡനം. മണ്ഡനം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഖണ്ഡനമാണല്ലേ, ഖണ്ഡനം. ഈ ഖായാണ്. രണ്ടാമത്തെ ഖ. ഇപ്പോൾ മണ്ഡനം എന്നതിൻ്റെ വിപരീത പദം ഖണ്ഡനം, മണ്ഡനം. അതുപോലെ ഓപ്ഷൻ ബി നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ സി ബാഹ്യം എന്നതിൻ്റെ വിപരീതം എന്താണ്? ആന്തരമാണല്ലേ, ആന്തരം, ബാഹ്യം. ഈ ഖണ്ഡനം, മണ്ഡനം, അതുപോലെ ആന്തരം, ബാഹ്യം ഒക്കെ ഒരുപാട് തവണ എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ബാഹ്യം എന്നതിൻ്റെ വിപരീത പദം ആന്തരം. അതുപോലെ നിരാശ്രയം. ഓപ്ഷൻ ഡി, നിരാശ്രയം എന്നതിൻ്റെ വിപരീത പദം ആശ്രയം, നിരാശ്രയം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഖണ്ഡനം, മണ്ഡനം, കൃശം, മേതുരം, ബാഹ്യം, ആന്തരം, നിരാശ്രയം, ആശ്രയം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകൾ, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ കണ്ടിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.